നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഗൈഡൻസ് വീഡിയോ ആണ്. കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനുള്ള റിപ്ലൈ ആണ് തരുന്നത്. ആദ്യം തന്നെ ഞാനൊരു സോറി ചോദിക്കുകയാണ്. കാരണം ചെറുതായിട്ട് കോൾഡ് ഉണ്ട്. സോ വോയിസ് അത്ര ക്ലിയർ അല്ല. ഇടയ്ക്കിടയ്ക്കൊരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യാം. ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, സോ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഷാഡോ വർക്ക് ചെയ്യേണ്ടത് സ്വയം ആണോ അതോ ഹീലേഴ്സ് ചെയ്തുതരുമോ എന്നൊരാൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഷാഡോ വർക്ക് ഹീലേഴ്സ് അല്ല ചെയ്യുന്നത്, നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. ഹീലേഴ്സിന് ചെയ്യാം, പക്ഷേ നമുക്ക് ഏത് ഇമോഷൻസിനാണെങ്കിലും നമുക്ക് ഏത് കാര്യത്തിനും റേക്കി വെച്ച് ഹീൽ ചെയ്യാം. പക്ഷേ ഏറ്റവും ബെസ്റ്റ് നമ്മൾ തന്നെ നമ്മുടെ ഷാഡോ വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഷാഡോ വർക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. ഷാഡോ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യമാണെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള സങ്കടമാണെങ്കിലും അതുപോലെ തന്നെ അനാവശ്യമായ വറീസ് ആണെങ്കിലും ഫിയേഴ്സ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അത് ഇന്നത്തെ ഈ ഒരു ദിവസത്തേക്ക് ഞാനതിൽ നിന്നെല്ലാം മുക്തമാണ്, അല്ലെങ്കിൽ അതെല്ലാം ഞാൻ കൺട്രോൾ ചെയ്യും എന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ വറീഡല്ല എന്നുള്ള തരത്തിൽ നമ്മൾ ഒറ്റ ദിവസത്തേക്ക് ഫോക്കസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ് ഷാഡോ വർക്ക്. അപ്പോൾ അത് ഒരു ഹീലർ ചെയ്യുന്നതിനേക്കാൾ ബെസ്റ്റ് നമ്മൾ തന്നെ നമ്മളെ അനലൈസ് ചെയ്ത്, കാരണം നമ്മളിപ്പോൾ ഒരാളെടുത്ത് ഹീലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മളിലുള്ള എന്തൊക്കെ നെഗറ്റിവിറ്റീസ് ഉണ്ടോ അത് ചിലത് നമുക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല. അതായത് ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു ഗിൽട്ടാവാം, ഏതെങ്കിലും എന്തിൻ്റെങ്കിലും പേരിലുള്ള ഒരു കുറ്റബോധമാവാം, അല്ലെങ്കിൽ നമുക്ക് വേറൊരാളോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും നമ്മൾ തന്നെ ചെയ്തു വയ്ക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളാവാം. സോ ഇതെല്ലാം നമുക്ക് സ്വയം അനലൈസ് ചെയ്തിട്ട് നമുക്ക് തന്നെ അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതായിരിക്കും ഏറ്റവും നല്ലത്. സോ കഴിയുന്നത്ര ഷാഡോ വർക്ക് സ്വയം ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തത്, സാധാരണ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് കർമ്മ ക്ലിയറിങ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും സാധാരണ ജീവിതം തന്നെയാണ് നയിക്കുന്നത്, അതായത് മനസ്സിലാക്കുക. അതിൽ വളരെ കുറച്ച് പേരാണ് സ്പിരിച്വലിയൊക്കെ അത്രയും ഹയറായിട്ട് ഉണ്ടാവാം. ഇനി സ്പിരിച്വലി ഹയറാകാൻ വേണ്ടിയിട്ടുള്ള വഴികളാണ് നമ്മൾ കർമ്മ ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്പിരിച്വലി ഉള്ളൊരു ജേണിയിലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾ കർമ്മ എന്നുള്ള വാക്കിൽ പോലും ശ്രദ്ധിക്കുക. അപ്പം അത് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ എഫേർട്ടൊന്നും എടുക്കണ്ട. നിങ്ങൾക്കത് ഹീലിങ്ങിലൂടെ ചെയ്യാം, മെഡിറ്റേഷനിലൂടെ ചെയ്യാം. കർമ്മ ക്ലിയർ ചെയ്യാൻ മെഡിറ്റേഷനാണ് ഏറ്റവും നല്ലത്. അതുപോലെ കൂടുതൽ ബാഡ് കർമ്മ ചെയ്യാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ചുറ്റിലുള്ള സഹജീവികളോട് നല്ല രീതിയിൽ പെരുമാറുക, നല്ല കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ നല്ല കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ലൈഫിലെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ ബാഡ് കർമാസ് കുറയും. അപ്പോൾ അതുകൊണ്ട് സാധാരണ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് കർമ്മ ക്ലിയർ ചെയ്യാൻ തീർച്ചയായും പറ്റും. അത് മെഡിറ്റേഷൻ ആണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ പ്രവൃത്തിയിലൂടെയാണെങ്കിൽ അങ്ങനെ, ഇനി റേക്കി ആണെങ്കിൽ അങ്ങനെ. വഴി ഏതെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഏതൊരു വ്യക്തിക്കും ക്ലിയർ ചെയ്യാനും സാധിക്കും. പക്ഷേ എടുത്ത് പറയാം, ഇതൊരു സിമ്പിൾ പ്രോസസ്സല്ല, ഇതൊരു ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നൊരു പ്രോസസ്സല്ല. കാരണം കർമ്മ എന്ന് പറയുന്നത് നമ്മൾക്ക് ജന്മാന്തരങ്ങൾക്ക് മുൻപേയുള്ള കർമ്മ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഏത് ലൈഫിലതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊരു സ്ലോ പ്രോസസ്സാണ്. ബട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. നമ്മൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. നെക്സ്റ്റ്, സ്പിരിച്വൽ ഹീലിംഗ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഈ ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ ചോദിച്ചാണ്. അതായത് സാധാരണ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് കർമ്മ ക്ലിയറിങ് ചെയ്യാൻ പറ്റുമോ, സ്പിരിച്വൽ ഹീലിംഗ് ചെയ്യാൻ താല്പര്യമുണ്ട്. സ്പിരിച്വൽ ഹീലിംഗ് എന്ന് പറയുന്നത് റേക്കി മാത്രമല്ല, അതൊന്ന് മനസ്സിലാക്കുക. സ്പിരിച്വൽ ഹീലിംഗ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്, പലതരത്തിലുള്ള സ്പിരിച്വൽ വർക്കുകളുണ്ട്. അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾ ഹീലാവുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. സ്പിരിച്വൽ വർക്ക് എന്താണെന്നും സ്പിരിച്വൽ ഹീലിങ്ങിനെ പറ്റിയിട്ടും ഡീറ്റെയിൽഡായിട്ട് തൊട്ടടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി വേറൊരാൾ ചോദിച്ചത്, നമ്മൾ ജാതക ദോഷം മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. രേഖയിലൂടെ സാധിക്കുമോ എന്നാണ് ചോദ്യം.
ജാതകദോഷം നമുക്ക് മാറ്റാം. പക്ഷേ എന്താണ് ദോഷം എന്നുള്ളതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് തരാൻ പറ്റുമായിരുന്നു. അതായത് നമ്മുടെ ജാതകത്തിലുണ്ടാകുന്ന പ്രോബ്ലംസ് ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് ആവാം, ചിലപ്പോൾ ഈ ലൈഫിൽ തന്നെ നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു കർമ്മയാവാം, ചിലപ്പോൾ നമ്മുടെ ആൻസസ്റ്റേഴ്സിൽ നിന്ന് വന്നിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളാവാം. സോ അതിനുള്ള പരിഹാര കർമ്മങ്ങളും ഈ പറയുന്ന ജാതകം നോക്കി പറഞ്ഞു തന്ന വ്യക്തി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഹീലേഴ്സ് സ്കാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇഷ്യൂ നിങ്ങളെ വിട്ടു പോവാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു റൂട്ട് കോസ് ഉണ്ടാവും. ആ റൂട്ട് കോസിനെ കണ്ടെത്തിയിട്ട് അത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് ആണെങ്കിൽ പാസ്റ്റ് ലൈഫ് ഹീലിംഗ് ചെയ്യും. ഇനി ഈ ലൈഫിൽ തന്നെ നിങ്ങൾക്ക് കുട്ടിക്കാലത്തുണ്ടായൊരു എക്സ്പീരിയൻസ് ആണെങ്കിൽ അത് ഹീൽ ചെയ്യും. ഇനി അതല്ല എന്താണോ എന്നുള്ളത് നോക്കിയിട്ട് അതനുസരിച്ചിട്ടാണ് നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. സോ ജാതകദോഷം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എന്താണ് നിങ്ങൾക്കുള്ള പ്രോബ്ലം അതിനെ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് കോസിൽ നമുക്ക് ഹീലിംഗ് കൊടുത്തത് ക്ലിയർ ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ കടം കൊടുത്ത പണം അല്ലെങ്കിൽ സ്വർണം തിരിച്ച് കിട്ടാൻ എങ്ങനെയാണ് ഹീൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയിൽ എനിക്ക് കംപ്ലീറ്റ് ഹീലിംഗ് പ്രോസസ്സൊന്നും പറഞ്ഞുതരാൻ പറ്റില്ല. പക്ഷേ പണം അല്ലെങ്കിൽ സ്വർണം എന്നൊക്കെ പറയുന്നത് ഐശ്വര്യം അഥവാ നമ്മുടെ വെൽത്ത്, നമ്മുടെ സമ്പത്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ റേക്കി വെച്ചിട്ട് ചെയ്യാം. റേക്കി നമുക്ക് ഏത് തലത്തിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് റേക്കി. അതുപോലെ തന്നെ നിങ്ങൾക്ക് മണി റേക്കി ഇവിടെ യൂസ് ചെയ്യാം. അപ്പം മണി റേക്കി പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ അടുത്ത്. അപ്പം അവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈഫ് ലോങ് സർവീസാണ് അവർക്ക് ആവശ്യം, അല്ലെങ്കിൽ ലൈഫ് ലോങ് ഒരു ആവശ്യമാണെന്ന് തോന്നുന്ന ആൾക്കാരുടെ അടുത്താണ് ഞാൻ പഠിക്കാൻ പറയുന്നത്. ആർക്കും പഠിക്കാം, അതിനങ്ങനെ നിബന്ധനകളൊന്നുമില്ല. ഇങ്ങനെ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ റേക്കി പഠിച്ചിരിക്കണം, നിങ്ങൾ സ്പിരിച്വൽ ജേണിയിലിരിക്കണം, അങ്ങനത്തെ ഒരു നിബന്ധനയുമില്ല. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ ഈ ഒരു 3D വേൾഡിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് പൈസ വേണം. നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ നമുക്ക് പണം വേണം, നമുക്ക് വസ്ത്രം, നമ്മുടെ വീട്, നമുക്ക് നിത്യവും മുന്നോട്ട് പോകാൻ ആവശ്യമായ ഏത് കാര്യത്തിനും പണം ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് നമുക്ക് മണിയിലേക്ക് പോലുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കടം കൊടുത്ത കാര്യങ്ങൾ തിരിച്ച് കിട്ടാൻ, അത് പൈസ ആയിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ സ്വർണ്ണമായിക്കൊള്ളട്ടെ, എന്ത് തന്നെയാണെങ്കിലും അത് എത്രയും വേഗം നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് മണിയിലേക്ക് വെച്ചിട്ട് ഹീലിംഗ് കൊടുത്താൽ നല്ല റിസൾട്ടാണ്. അങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. റേക്കി വെച്ചിട്ടും ചെയ്യാം, ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. ഹീലിങ്ങിലൂടെ തീർച്ചയായിട്ടും സാധ്യമാണ്. പക്ഷേ എങ്ങനെ അത് ചെയ്യണം എന്നുള്ളത് എനിക്കിങ്ങനെ ഓപ്പണായിട്ട് ചാനലിൽ പറയാൻ പറ്റില്ല. കാരണം അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന പല സിമ്പിൾസ് ഉണ്ട്. മണി റേക്കിയാണെങ്കിലും റേക്കിയാണെങ്കിലും ഈ സിമ്പിൾസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിരിക്കും. ആ സിമ്പിൾസിൻ്റെ പേരും അതുപോലെ തന്നെ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള എനിക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. കാരണം എല്ലാ സിമ്പിൾസും സീക്രട്ടും സാക്രലുമാണ്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ. അതുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്. അതൊന്ന് മനസ്സിലാക്കുക. ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെയിൽ അയച്ചാൽ മതി. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എൻ്റെ അടുത്ത് പലരും കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് മെയിൽ ID തരുമോയെന്ന്. നിങ്ങൾ ആ വീഡിയോ കാണുന്ന സമയത്ത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക. എല്ലാ വീഡിയോസിലും ഞാൻ മെയിൽ ID വെച്ചിട്ടുണ്ട്. എല്ലാ വീഡിയോസിലും ഒരു വീഡിയോസ് പോലും ഒഴിയാണ്ട് ഞാൻ മെയിൽ ID വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാവും. അതുമാത്രമല്ല, നിങ്ങൾ മെയിൽ അയക്കുന്ന സമയത്ത് ചില ആളുകൾ എനിക്ക് മെയിൽ കിട്ടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ റിപ്ലൈ തരാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല, ബ്ലാങ്ക് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. ദയവ് ചേർന്ന് ബ്ലാങ്ക് മെസ്സേജ് അയച്ച് ബുദ്ധിമുട്ടിക്കരുത്. ഒരുപാട് മെയിൽ വരുന്നതിൻ്റെ ഇടയിൽ തിരിച്ച് വിളിച്ച് നോക്കും. തിരിച്ച് വിളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ നോക്കുന്നുണ്ടാവുക. അപ്പോഴായിരിക്കും ഇങ്ങനെ കാണാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി എന്ത് ചോദിക്കണം എന്നറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് അയക്കണ ആൾക്കാരുണ്ട്. നിങ്ങൾക്കറിയാൻ പാടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ പേരും നമ്പറും അന്ന് അതിൽ വെച്ചാൽ മതി. ഞാൻ തീർച്ചയായിട്ടും തിരിച്ച് വിളിക്കും. കാരണം ചില ആളുകൾക്ക് ഒന്നിൽ കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാവും. ഭയങ്കരമായ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ആരടുത്തെങ്കിലും പറയണമെന്നുണ്ടാവും. ധൈര്യമായിട്ട് വിളിക്കാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ നമ്പർ വെച്ചാൽ മതി, ഞാൻ നിങ്ങളെ തിരിച്ച് വിളിക്കും. നിങ്ങൾക്ക് 1/2 മണിക്കൂറോ 1 മണിക്കൂറോ എന്താണ് നിങ്ങളുടെ സങ്കടം, അല്ലെങ്കിൽ ഏത് കാര്യത്തിനാണ് നിങ്ങൾക്ക് സൊല്യൂഷൻ വേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാം. ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ എപ്പോഴും സംസാരിക്കാറ്. കാരണം അതനുസരിച്ചിട്ടാണ്. ഇപ്പം ഹീലിംഗ് ആണെങ്കിൽ അങ്ങനെ ചില ആളുകൾക്ക് ഹീലിംഗ് വേണ്ടി വരില്ല. അവർക്ക് സംസാരിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന
കാര്യമേ ഉണ്ടാവുള്ളൂ. ഒരുപാട് പറയാനുണ്ടാവും, പക്ഷേ ലാസ്റ്റ് ഹീലിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അവർക്ക്. അതായത് അവർ സംസാരിച്ച് അവർ ഓക്കെ ആവും. അപ്പം അങ്ങനെയുള്ള കേസുകളും ഉണ്ട്. അപ്പം നിങ്ങളെ ഒന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ എനിക്ക് കിട്ടണ്ടേ? ചില ആൾ നമ്പർ അയക്കില്ല, പേര് മാത്രം അയക്കും. ഒരുപാട് കഥകൾ എഴുതി കഷ്ടപ്പെട്ട് കഥയൊക്കെ എഴുതി അയക്കും. അതിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ നമ്പർ വയ്ക്കില്ല, പേര് വയ്ക്കും. തിരിച്ച് വിളിക്കുമെന്ന പ്രതീക്ഷയോടെ അമ്മു എന്നൊക്കെ പറഞ്ഞിട്ട് പേരൊക്കെ വെച്ചിട്ട് അയക്കും, നമ്പർ വെക്കില്ല. സോ നമ്പറും കൂടെ വെക്കുകയാണെങ്കിൽ എനിക്ക് തിരിച്ച് വിളിക്കാമായിരുന്നു. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. സോ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്താത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വോയിസ് ഭയങ്കര ഡിസ്റ്റർബ്ഡായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്കതൊരു അരോചകമായിട്ട് തോന്നാൻ പാടില്ല. അതുകൊണ്ടാണ് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ട് ചെയ്തു തരുന്നത്. കാരണം ഈ കമൻസൊക്കെ വന്നിട്ട് കുറേ നാളുകളായി. ഞാൻ എന്താ റിപ്ലൈ തരാത്തതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. തിരക്ക് കൊണ്ടാണ്, നല്ല ബിസിയാണ്. ഒരുപാട് ഹീലിംഗ് ഉണ്ട്. ഒരുപാട് പേര് മണി റേക്കി പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. റേക്കിക്കും നല്ല എൻക്വയറി ഉണ്ട്. റേക്കി എന്തായാലും ഞാൻ മാർച്ച് മാസം തൊട്ടിട്ട്, അതായത് ഈ മാസം തൊട്ടിട്ട് പഠിപ്പിച്ച് തുടങ്ങുകയാണ്. ഏതൊക്കെ ലൊക്കേഷനിലാണ് വന്ന് പഠിപ്പിക്കുന്നത്, അതുപോലെ ഡയറക്റ്റ് ദീക്ഷ ഞാൻ വീട്ടിൽ വെച്ചിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ പോകെ അറിയിക്കും. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ നന്മയും ഉണ്ടാവട്ടെ. താങ്ക് യു.